നമ്മുടെ ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് വേറിട്ട കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടുത്തിടെയാണ് കേരളീയവുമായിട്ട് ചേർന്ന് മീറ്റ് ദ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് അടുത്തിടെ കാനഡയിൽ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയത് നമ്മുടെ മലയാളത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ചെറുകഥാകൃത്തും എഴുത്തുകാരനും ഒക്കെയാണ് KP രാമനുണ്ണി. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ സൂഫി പറഞ്ഞ കഥ എന്ന പ്രശസ്തമായ നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയുണ്ടായി. അതുപോലെ മറ്റു 2 കഥാകൃത്തുക്കൾക്കും അവാർഡ് കിട്ടുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം ഇവിടെ കാനഡയിൽ എത്തുകയും ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ കാനഡയിലുള്ള നമ്മൾ മറ്റൊരു പ്രശസ്ത എഴുത്തുകാരിയെ നിർമ്മലയുമായിട്ട് ചേർന്നിട്ടുള്ളൊരു ചെറിയൊരു എന്താ പറയുക അഭിമുഖം കേരളീയത്തിന് വേണ്ടി നടത്തുകയുണ്ടായി. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം അടുത്തതായി. ഇനി ഞാൻ ഉത്തരേന്ത്യയിലെ മലയാളത്തിലേക്ക് വരാം. സാറ് കഴിഞ്ഞ ആഴ്ച ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. 3 ദിവസം ഉണ്ടായിരുന്നു. കുറേ എഴുത്തുകാരെയും പരിചയപ്പെട്ടു. അതേപോലെ നടപ്പാത എന്നൊരു കൃതി വടക്കേ അമേരിക്കയിലുള്ള എല്ലാ എഴുത്തുകാരെയും ഉൾപ്പെടുത്തി ഒരു കൃതി പ്രകാശനം ചെയ്തു. പിന്നെ ഒട്ടും സമയം ഇടയ്ക്ക് കളയാതെ കാനഡയിലും വന്നു. ഇന്ന് ഒരു മുഴുവൻ ദിവസവും എനിക്കറിയാം സാറിന് ഉറക്കമൊന്നും നന്നായിട്ട് കിട്ടാതെ തന്നെ മറ്റ് കാഴ്ചകളെയൊക്കെ മാറ്റിവെച്ച് ഇവിടെയുള്ള എഴുത്തുകാരുമായിട്ട് സംവേദിക്കാനും ചർച്ച ചെയ്യാനും ഒരു ദിവസം ചിലവാക്കി. അപ്പോൾ കേരളത്തിൽ നിന്നും പലപ്പോഴും പരാതികളാണ് ഉത്തരേന്ത്യയിലുള്ള എഴുത്തുകാരെക്കുറിച്ച് കേൾക്കുന്നത്. നമുക്ക് വായന പോരാ, അല്ലെങ്കിൽ നൊസ്റ്റാൾജിയാണ് എഴുതുന്നത്, പുതിയതൊന്നും എഴുതുന്നില്ല, ഇവിടുത്തെ ജീവിതം പ്രതിഫലിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് തെറ്റാണെന്ന് ഞാൻ പറയും. അത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ വരുന്ന എഴുത്തുകളിൽ കൂടുതൽ അമേരിക്കൻ ജീവിതം പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ എഴുത്തുകാരുടെ ഒരു വിചാരം. സാറിന് ഈ അനുഭവത്തിൽ നിന്ന് എല്ലാവരുമായിട്ടും സംവേദിക്കാൻ കഴിഞ്ഞതിൽ നിന്നും എന്താണ് സാറിൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ളത്? നിർമ്മല പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ പഴയ ഗ്രഹാതുരമായ സ്മരണകൾ മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്നവരല്ല പ്രവാസികളും കുടിയേറ്റക്കാരുമായിട്ടുള്ള മലയാളി എഴുത്തുകാരും. അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ അനുഭവങ്ങൾ പ്രകാശിപ്പിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് ആ നിലയ്ക്ക് സ്വീകരിക്കപ്പെടുകയും ചെയ്യണം. ഞാനിവിടെ എല്ലാം വന്ന് ഇവിടുത്തെ എഴുത്തുകാരെ കൃതികൾ ചർച്ച ചെയ്യാനും ഒക്കെ തയ്യാറാവാൻ കാരണം ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. കാരണം നിങ്ങൾ മലയാള ഭാഷയ്ക്ക് വലിയൊരു സംഭാവന ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള അനുഭൂതികളെ മലയാളത്തിൽ ആവിഷ്കരിക്കുക എന്ന വലിയൊരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ പരിഗണിക്കണം, പ്രാധാന്യം കൊടുക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ലാനയിലേക്ക് പോയപ്പോഴും അവരുടെ കൃതികളെ പറ്റിയും എഴുത്തിനെ പറ്റിയും എഴുത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ജനിതകത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ തയ്യാറാവാൻ കാരണം അവിടെയുള്ള എഴുത്തുകാർക്കും അവരുടെ എഴുത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ എഴുത്തിനെ പറ്റി, എൻ്റെ പുസ്തകത്തെ പറ്റി മാത്രം സംസാരിച്ചു പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ആ സമീപനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാള സർവകലാശാലയുടെ ഒരു നയത്തിനും അനുസൃതമാണ്. എല്ലാ വിജ്ഞാനങ്ങളും മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മലയാള സർവകലാശാല സ്ഥാപിതമായിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ അനുഭവങ്ങളും അനുഭൂതികളും മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള, സാഹിത്യത്തിൽ കൂടെ ആവിഷ്കരിക്കാനുള്ള പ്രധാന ഉത്തരവാദിത്തം നിങ്ങളെപ്പോലുള്ള എഴുത്തുകാർക്കാണ്. അപ്പോൾ അതും കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പരിപാടി മാറ്റാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ മുഖ്യധാര മാധ്യമങ്ങളെയൊക്കെ പലർക്കും അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റാത്തതിൻ്റെയും ചില ദൗർബല്യങ്ങളും അതിൻ്റെ ആവിഷ്കാരത്തിലുള്ള ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാകാം. അതിപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് എഴുതുന്നവർക്കുണ്ടല്ലോ. എത്ര ആൾക്കാർ എഴുതാൻ ശ്രമിക്കുകയും പ്രതികരിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നൊരു വിഷയമാക്കി എടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ലാനയിലൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ പല കൃതികളും ഇപ്പോൾ കഴിഞ്ഞ ഓണപ്പതിപ്പിൽ വന്ന എല്ലാ കൃതികളും വായിച്ച്
കൃത്യമായി അത് ഫോളോ ചെയ്യുകയും അതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറാകുന്നൊരു തുറസ് നിങ്ങളുടെ ഇടയിലുണ്ട്. കേരളത്തിൽ വന്നാൽ അതും കൂടി ഉണ്ടാവില്ല. അവിടെ വളരെ യാന്ത്രികമായി മാറിക്കഴിഞ്ഞു പലപ്പോഴും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മലയാളത്തെയും സാഹിത്യത്തെയും താലോലിക്കുന്നു കൊണ്ടായിരിക്കാം നമ്മളുടെ കൃതികളൊക്കെ വളരെ നന്നായി ഫോളോ ചെയ്യുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സംതൃപ്തിയാണ് ഇപ്പോൾ തോന്നിയത്. സാറ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ നല്ല വായനക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ മീഡിയ അവൈലബിൾ ആയതുകൊണ്ട് കേരളത്തിലിറങ്ങുന്ന അതേ സമയത്ത് തന്നെ ഞങ്ങൾക്കും ആനുകാലികങ്ങളെല്ലാം വായിക്കാൻ കിട്ടും. മലയാളത്തിലെ പ്രധാനപ്പെട്ട ആനുകാലികങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് വളരെ നമുക്ക് നമ്മുടെയൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചിലവിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് ഈ 90കളിലും 2000-ലും ഞാൻ ഒരു ആഴ്ചപ്പതിപ്പ് വരുത്തണമെങ്കിൽ 2 ആഴ്ച അല്ല 3 ആഴ്ച എത്തിയാലേ ഇവിടെ വരുള്ളൂ. ആഴ്ചപ്പതിപ്പിൻ്റെ വില 10 രൂപയാണെങ്കിൽ സ്റ്റാമ്പിന് 60 രൂപയായിരുന്നു. അത് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടും നമുക്ക് തപാലിൽ. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവിടെ വായിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഇവിടെ എനിക്ക് വായിക്കാൻ പറ്റും. ഞാൻ മാത്രമല്ല, ഇവിടെ നല്ലൊരു കൂട്ടം ആളുകൾ അത് വായിക്കുന്നുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഉത്തരത്തിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, ഇപ്പോൾ മലയാളം സർവകലാശാലയുടെ ദൗത്യത്തിൽ ഒന്നാണ് ഇത് എന്ന് സാറ് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും മലയാളം സർവകലാശാലയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി, ഇവിടെയുള്ള എഴുത്തുകാർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്? അത് മറ്റൊന്ന് സാറ് പറഞ്ഞ എല്ലാവരുടെയും കൃതി ഏറ്റവും മെച്ചമാകണമെന്നില്ല. ഇപ്പോൾ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ എഡിറ്റിങ്, നമ്മളൊരു കൃതി എഴുതിയൊക്കെ ഇതിനെ നിങ്ങൾക്ക് ഒന്നുകൂടി മെച്ചമാക്കാം, ഒന്നുകൂടി ഷാർപ്പാക്കാൻ ഇങ്ങനെ സാധിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കാനോ എന്തെങ്കിലും സർവകലാശാലയ്ക്കോ അല്ലെങ്കിൽ അക്കാദമിയുടെ വകയായിട്ടോ എന്തെങ്കിലും സാധിക്കുമോ? അതാണൊന്ന്. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ നിന്നും കൃതികൾ വരുന്നുണ്ട് എന്ന് അക്നോളജ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ നിരൂപണ മേഖലയിലേക്ക് അത് വരുന്നില്ല. അത് ഇപ്പോഴും അത്ര ഭംഗിയായി അത്ര പ്രൊജക്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. രാഹുൽ രാധാകൃഷ്ണൻ വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം മാത്രമാണ് ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ സാഹിത്യത്തെക്കുറിച്ച് ഒരു വിശദമായ പഠനം നടത്തിയതും അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതും. അതും എങ്ങനെ നമുക്ക് അതിനെ മെച്ചപ്പെടുത്താൻ കഴിയും, എങ്ങനെ അത് കൂടുതൽ വെളിച്ചം ഈ അമേരിക്കയിലെ എഴുത്തിലേക്ക് സാഹിത്യത്തിലേക്ക് വരുത്താൻ, അതിനെ മെച്ചമാക്കാനും കഴിയും? മലയാള സർവകലാശാല ചില ശില്പശാലകളുമൊക്കെ നടത്തിയിരുന്നു. അപ്പം ആ നിലയ്ക്ക് ആലോചിക്കാവുന്നതാണ്. എനിക്ക് സർവകലാശാല മേലധികാരികളുടെ മുമ്പിൽ ഈ ആശയം വയ്ക്കാം. അതായത് ഇങ്ങനെ പ്രവാസികളായിട്ടുള്ള എഴുത്തുകാർക്ക് ശില്പശാല വയ്ക്കുകയും അവരുടെ കൃതികൾ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ. പിന്നെ കേരള സാഹിത്യ അക്കാദമിയിൽ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അത് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ ഉള്ളപ്പോൾ പുറത്തുനിന്നുള്ള എഴുത്തുകാരെയൊക്കെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കൺവീനറായിട്ടും ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിലും പ്രവാസി സാഹിത്യത്തിൻ്റെ ചില സവിശേഷമായ പരിപാടികളും അതിൻ്റെ സവിശേഷത നമ്മൾ ഉയർത്തിപ്പിടിക്കണം. എന്നിട്ടാണ് പിന്നെ അത് ആ ആത്മവിശ്വാസത്തോടു കൂടി മുഖ്യധാരയിലേക്ക് വരുന്നതാണ് കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ എഴുത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയും ആ എഴുത്ത് കൂടുതൽ ക്വാളിറ്റിയോടുകൂടി നിങ്ങൾ വ്യത്യസ്തമായ കേരളത്തിലെ എഴുത്തുകാർക്ക് ലഭിക്കാത്ത അനുഭവ ലോകങ്ങൾ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ മുഖ്യധാരയിലേക്ക് സ്വീകരിക്കപ്പെടും. പിന്നെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. അതിലൊന്നും യാതൊരു സംശയവുമില്ല. കേരളത്തിൽ നിന്നും ഏകദേശം 200 കുട്ടികൾ വീതമാണ് ഒരു ദിവസം കാനഡയിൽ ലാൻഡ് ചെയ്യുന്നതെന്നാണ് ഒരു കണക്ക്. ഇപ്പോൾ ഈ ഒരു ട്രൂഡോയും മോഡിയും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ കുറച്ച് നാളായിട്ട് വിസയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കേരളത്തിൽ നിന്നും കാനഡയിലേക്കുള്ള കുട്ടികളുടെ വരവ്, പ്രത്യേകിച്ച് കുട്ടികൾ സ്റ്റുഡൻസായിട്ട് വരുന്നവരാണ്, വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം ഒരു വൃദ്ധരുടെ ലോകമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഇതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ഞാനത് കണ്ടിരുന്നു. കാരണം എന്നെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവിട്ട ആളുടെ
മരുമകൻ വരാൻ ശ്രമിക്കുന്നു, ഇങ്ങോട്ട് കാനഡയിലേക്ക് വരുന്നുണ്ട്. ഞാൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്. അതേപോലെ പരിചയപ്പെട്ട എല്ലാവരുടെയും ആരെങ്കിലും കാനഡയിലേക്ക് വരുന്നു എന്ന് അറിയുന്നുണ്ട്. ഇതിപ്പോൾ ബുദ്ധൻ പണ്ട് പറഞ്ഞില്ലേ, ആരും മരിച്ചിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് കടുക് കൊണ്ടുവരാൻ പറഞ്ഞാൽ കടുക് കിട്ടൂല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓർത്തു, ആരും പോയിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് ഇപ്പോൾ കടുക് അന്വേഷിച്ച ആരും പോയിട്ടില്ലാത്ത വീട്ടിൽ നിന്നും കാനഡയിലേക്ക് പോയിട്ടില്ലാത്ത വീട്ടിൽ നിന്നും കടുക് അന്വേഷിച്ചാൽ ഇപ്പോൾ കടുക് കിട്ടില്ലല്ലോ എന്ന് ഞാൻ തമാശയായിട്ട് വിചാരിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ അമേരിക്കപ്പറമ്പ് എന്ന് പറഞ്ഞ കഥ എഴുതിയത്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുമെന്നൊരു ആശങ്കയുണ്ടോ? നമ്മുടെ യുവത്വത്തെ മുഴുവനും കേരളത്തിന് നഷ്ടമാകുമോ? അങ്ങനെയൊരു ആശങ്കയ്ക്ക് വകയുണ്ടോ? അതിൽ ആശങ്കപ്പെടാനൊരു വശത്ത് ആശങ്കയുണ്ട്. കാരണം ഒരു നാട് പ്രായമുള്ളവരുടെ മാത്രം ഒരു വാസസ്ഥലമാവുക എന്നൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. അത് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. കേരളത്തിൽ അവർക്ക് കൂടുതൽ സാധ്യതകളും അവസരങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അവർ കേരളത്തിൽ തന്നെ നിൽക്കും. കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം തേടിക്കൊണ്ടാണല്ലോ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ജന്മസിദ്ധമായിട്ട് തന്നെ മലയാളിക്ക് കുടിയേറി മറ്റ് ദേശങ്ങളിൽ പോകാനുള്ളൊരു വാസനയുണ്ട്. കാരണം അവർക്ക് പഴയ കുടിയേറ്റ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മലയാളി പോയോടത്തെല്ലാം വിജയത്തിൻ്റെ വെന്നിക്കുടി നാട്ടിയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ നേരത്തെ സംസാരത്തിൽ പറഞ്ഞല്ലോ, മലയാളിക്ക് മറ്റുള്ള സംസ്കാരങ്ങളെയായി ജനങ്ങളെയായി ലയിച്ചു ചേരാനുള്ളൊരു പ്രത്യേക സിദ്ധിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവർ മറ്റ് ദേശങ്ങളിലേക്ക് പോകുന്നത്. മറ്റുള്ള അപരനെ സ്വന്തം ഹൃദയത്തിലേക്ക് ആവാഹിക്കാനുള്ളൊരു ശേഷി നമുക്കുണ്ട്. അപ്പം അതിനെ നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. പിന്നെ ഇപ്പം ഇന്ന് കേരളം ജീവിക്കുന്നത് തന്നെ പുറത്തുനിന്ന് വരുന്ന പണം കൊണ്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് കട്ട് ഷോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിജീവനത്തിൻ്റെ പ്രശ്നം കൂടിയാവും. അപ്പോൾ ഇതിൻ്റെ ഒരു വയാമീഡിയായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പുറമേയുള്ള കുട്ടികൾ കുറേ പോയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ, അവർ അനിയന്മാർക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ ഈ പണം കൊണ്ട് ഉണ്ടാക്കട്ടെ, അങ്ങനെ രണ്ട് കൂട്ടർക്കും ഗുണകരമായിട്ട് കാര്യങ്ങൾ ഭവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സുവ്യക്തത വരുത്താനും പിന്നെ നിങ്ങളെപ്പോലുള്ള എഴുത്തുകാർക്ക് സാധിക്കണം ഈ വക വിഷയങ്ങൾ ആലോചിക്കാൻ. എഴുത്തുകാരൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യം തന്നെ ആശയോൽപാദകരാണവർ. പുതിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കലാണ് എഴുത്തുകാരൻ്റെ ദൗത്യം. അപ്പം ഇങ്ങനെയുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ ശരിയായ ആശയത്തെ എഴുത്തിൽ കൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള ഒരു ശേഷി നിങ്ങളുടെ എഴുത്തുകാർക്ക് സാഹിത്യപ്രേമികൾക്കുണ്ട് എന്നാണ് ഇപ്പോൾ ലാനയിലും ഇവിടെയുള്ള പങ്കാളിത്തത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇവിടെ ലാനയിലാണെങ്കിലും വന്നവരൊക്കെ വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് കേട്ടിരിക്കുകയും പങ്കാളികളാവുകയും ചെയ്ത്. വെറുതെ നിവൃത്തിയില്ലാതെ പിടിച്ചു വലിച്ചിട്ട് സംഘാടകർ കൊണ്ടുവന്നവരല്ല. ഈ പ്രസംഗിക്കാൻ പോകുന്നവർക്ക് അറിയാം, ഈ കേൾവിക്കാർക്ക് താല്പര്യമുണ്ടോ എന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം. താല്പര്യങ്ങളില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ചുരുക്കിക്കളയും. അപ്പോൾ ലാനയിലാണെങ്കിലും നാഷ്വില്ലാണെങ്കിലും ഇവിടെയാണെങ്കിലും വളരെ താല്പര്യത്തോടു കൂടി കേട്ടിരിക്കുന്നവരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാഹിത്യത്തിൽ എഴുത്തിൽ ജെന്യുവിനായിട്ടുള്ള താല്പര്യമുണ്ട് എന്നതാണ് പ്രാഥമികമായിട്ടുള്ളൊരു നല്ല വശം. പിന്നെ അതിൻ്റെ സ്വീകാര്യതയും അംഗീകാരങ്ങളൊക്കെ പിറകെ വരിക തന്നെ ചെയ്യും. അപ്പോൾ അതിലൊന്നും പിന്നെ കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാര്യങ്ങളൊക്കെ മാറി വരും. അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ മലയാള ഭാഷയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് മലയാളിയുടെ സ്വത്വം, അതിന് പല കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് കൂടുതൽ തേജസ്സുറ്റൊരു മുഖം ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിനുള്ള പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസകൾ നേരുകയാണ്. വളരെ നന്ദി സാർ. ഇത്രയും ഈ ഒരു ദിവസം മുഴുവൻ ഞങ്ങളുടെ ഒപ്പം ചെലവഴിച്ചതിന് മെച്ചപ്പെട്ട എഴുത്തുകാരാകാം എന്ന് ഞങ്ങൾക്ക് മാർഗദർശനം ചെയ്യുകയും ചെയ്തു. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും കാണിച്ച സാറിൻ്റെ ക്ഷമയ്ക്കും വളരെ സ്ഫുടമായ ഉത്തരങ്ങൾക്കും വളരെ വളരെ നന്ദി. നമസ്കാരം. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഞങ്ങൾക്ക് എഴുതുക. വീണ്ടും നമ്മൾ കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's Mika.